വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളിലും ഒരു ബാറ്ററി ഉണ്ട്. അത് ഇടയ്ക്കിടെ ചാർജ് ചെയ്യുന്ന കലാപരിപാടിയും ഉണ്ട്. അത് നമ്മുടെ ലൈഫിന്റെ ഒഴിവാക്കാനാവാത്ത കാര്യമായി കഴിഞ്ഞു. ഓടിക്കുന്ന വണ്ടിയും കൂടി ബാറ്ററിയിലുള്ളതായപ്പോൾ പൂർണ്ണമായി. ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് ഒരേ ടൈപ്പ് ബാറ്ററിയുമാണ്, ലിഥിയം അയോൺ. പക്ഷെ ഇതിനെല്ലാം ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, ഒരു കാലാവധിയുണ്ട്. ഈ ബാറ്ററി മാറ്റേണ്ടി വരും മുമ്പ് എത്ര വർഷം യൂസ് ചെയ്യാം എന്നത്. മൊബൈൽ ബാറ്ററി പലപ്പോഴും അതിന്റെ ലൈഫിൽ ഒരിക്കലും മാറേണ്ടി വരാറില്ല. പിന്നെ മാറ്റണമെങ്കിലും അതിന് നമുക്ക് താങ്ങാവുന്ന വിലയേ ഉള്ളൂ. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററി പാക്കിന് ആ വണ്ടിയുടെ വിലയുടെ 1/3 വരും. അപ്പോൾ അതിന്റെ ലൈഫ് മാക്സിമം നീട്ടിക്കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ബാറ്ററി ലൈഫ് നീട്ടിക്കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കഴിയും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഞാനിതിനെ പറ്റി കുറെ തപ്പിയപ്പോൾ സാംസങ്ങും കിയ മോട്ടോഴ്സും ടാറ്റയും പിന്നെ കുറെ ബാറ്ററി എക്സ്പേർട്സും ഒക്കെ പറഞ്ഞിരിക്കുന്ന കുറെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടു. ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു ചുരുക്കം. ചാർജിങ് രീതി തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം. %80 വരെ മാത്രമേ മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്യാവൂ എന്ന് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ചാർജിങ് രീതിയും ബാറ്ററിയുടെ ഏജിങ്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വയസ്സാവുന്നതും തമ്മിൽ ബന്ധമുണ്ട്. സാംസങ് ഫോണുകളിൽ ബാറ്ററി ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ 85% ചാർജ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലിഥിയം അയോൺ ബാറ്ററിയുടെ വർക്കിംഗ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അയോൺസിന്റെ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേതിലേക്കുള്ള മൂവ്മെന്റ് ആണ് ബാറ്ററി ചാർജിങ്ങിലും ഡിസ്ചാർജിങ് അഥവാ വർക്കിങ്ങിലും സംഭവിക്കുന്നത്. ലിഥിയം അയോൺ ബാറ്ററി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവാൻ ആ വീഡിയോ സഹായിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഈ അയോൺസിനെ ഓരോ തവണ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴും ഈ ഇലക്ട്രോഡുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. പണിയെടുക്കുകയാണല്ലോ, സ്ട്രെയിൻ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുന്നത് ബാറ്ററി ഫുൾ ചാർജിന് അടുത്തെത്തുമ്പോഴാണ്. അതായത് 100% അടുത്തെത്തുമ്പോൾ. 80-85% മുകളിൽ ചാർജ് ചെയ്യാൻ വളരെ കൂടുതൽ സ്ട്രെയിൻ ബാറ്ററി എടുക്കും എന്നാണ് പറയുന്നത്. നോർമലി അതിന് മുകളിൽ പോകുമ്പോൾ ചാർജിങ് സ്ലോ ആവുന്നത് കണ്ടിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടും ബാറ്ററി ഹീറ്റ് ആവുമ്പോൾ ചാർജിങ് കറണ്ട് കുറയ്ക്കുന്നത് കൊണ്ടുമാണത്. ബാറ്ററി ഏതാണ്ടൊക്കെ ചാർജ് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വരുന്ന അയോൺസിന് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കലാണ് ഇലക്ട്രോഡുകളെ സ്ട്രെയിൻ ചെയ്യിക്കുന്നതും ഇങ്ങനെ പെട്ടെന്ന് വയസ്സാക്കുന്നതും. ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യം പറയുമ്പോഴും ഇത്ര സമയം കൊണ്ട് 80% ചാർജ് ആവും എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. കാരണം അതിനുശേഷം ഫാസ്റ്റ് ചാർജിങ്ങും അല്പം സ്ലോ ചാർജിങ് ആവും. ഈ ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെയിൻ ചാർജിങ് നിർത്തിയാൽ മാത്രം മാറില്ല. ആ ചാർജ് ഒന്ന് ഇറങ്ങുന്നതുവരെ ആ സ്ട്രെയിൻ ഉണ്ടാവും. അതായത് ലിഥിയം അയോൺ ബാറ്ററിയിൽ 100%-അടുത്ത് ചാർജ് ഒത്തിരി നേരം നിൽക്കുന്നത് അതിന്റെ ലൈഫ് കുറയ്ക്കും. സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ ഒരു വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ഫുൾ ചാർജായ ശേഷവും ചാർജർ കണക്ട് ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് ബാറ്ററി ലൈഫ് കുറയാൻ കാരണമാവും എന്ന്. ചാർജ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും അവിടെ നിറച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഹെവി സ്ട്രെയിൻ ആയിരിക്കും. ഇപ്പോൾ പല ഫോണുകളിലും ലാപ്ടോപ്പുകളിലും 100% ചാർജ് ആവാതിരിക്കാനോ അല്ലെങ്കിൽ 100% എത്തുന്നത് സ്ലോ ചെയ്യിക്കാനോ ഉള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആപ്പിൾ വെബ്സൈറ്റിൽ ഐഫോണിന്റെ ഓപ്റ്റിമൈസ്ഡ് ചാർജിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫോൺ യൂസറിന്റെ ഡെയിലി ചാർജിങ് രീതി ഫോൺ സ്വയം ലേൺ ചെയ്ത് ചാർജ് ഓഫ് ചെയ്യുന്ന ടൈം പ്രെഡിക്റ്റ് ചെയ്ത് അപ്പോൾ ഫുൾ ചാർജ് ആവാൻ കണക്കിന് 80% മേളിലുള്ള ചാർജിങ് സ്ലോ ചെയ്യിക്കും. അതായത് ഒത്തിരി സമയം ചാർജറിൽ കുത്തിയിട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഫോൺ സ്വയം മനസ്സിലാക്കി അത് ഓഫ് ചെയ്യുന്നത് നോർമലി ഏത് സമയത്തായിരിക്കും എന്നും മനസ്സിലാക്കി അപ്പോൾ 100% ആവുന്ന രീതിയിൽ ചാർജിങ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. നോർമലി രാത്രിയിലാണ് ഇങ്ങനെ വളരെ നേരം ചാർജിന് ഇട്ടിരിക്കുന്നത് അല്ലേ. ഫോൺ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കുന്ന ടൈം മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം. ഗൂഗിളിന്റെ പിക്സൽ ഫോണിലും ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ട്, അഡാപ്റ്റീവ് ചാർജിങ്. രാത്രി മുഴുവൻ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഉറങ്ങുന്നവർക്ക് വേണ്ടി ഉള്ളതാണിത്. രാവിലത്തെ അലാറം എത്ര മണിക്കാണെന്ന് നോക്കി ആ സമയത്ത് മാത്രം ഫുൾ ചാർജ് ആവുന്ന രീതിയിൽ ചാർജിങ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പിക്സലിന്റെ അഡാപ്റ്റീവ് ചാർജിങ്. EV കമ്പനികളിലേക്ക് വന്നാൽ കിയയും 100% ചാർജിൽ ബാറ്ററി ഇരിക്കുന്ന സമയം കുറയ്ക്കണം എന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. 100% ചാർജ് മാക്സിമം ഓപ്പറേറ്റിംഗ് ടൈം അഥവാ മാക്സിമം റേഞ്ച് തരുമെങ്കിലും ബാറ്ററി ലൈഫ് സ്പാൻ മാക്സിമം കിട്ടാൻ അതൊരു നല്ല ഐഡിയ അല്ല എന്നാണ് അവരും പറയുന്നത്. പക്ഷേ ഒരിക്കലും ഫുൾ ചാർജ് ചെയ്യരുത് എന്നല്ല അതിനർത്ഥം, പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിയുടെ കാര്യത്തിൽ. കാരണം EV ബാറ്ററി എന്നത് മൊബൈൽ ബാറ്ററി പോലെ ഒരു ബാറ്ററി അല്ല, ഒത്തിരി സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററികൾ ചേർന്ന ഒരു ബാറ്ററി പാക്കാണിത്. അപ്പോൾ അതിലെ എല്ലാ ബാറ്ററികളും ഒരേ ചാർജ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കില്ല എന്നാണ് ടാറ്റ മോട്ടോഴ്സ് EV ഡിവിഷന്റെ R&D ടീമിലെ എഞ്ചിനീയേഴ്സ് പറഞ്ഞത്. പ്ലഗ് ഇൻ ഇന്ത്യ എന്ന ഇന്ത്യയിലെ ലീഡിംഗ് EV വെബ്സൈറ്റുമായി നടത്തിയ ഒരു സംഭാഷണത്തിലാണ് അവർ വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞത്.
അതിന്റെ അർത്ഥം ബാറ്ററി പാക്കിന്റെ ചാർജ് 80% കാണിക്കുമ്പോഴും അത് ബാറ്ററി പാക്കിലെ എല്ലാ ബാറ്ററികളുടെയും കൂടി ആവറേജ് ചാർജാണ്. അതിൽ കുറവും കൂടുതലും ഉള്ള സെല്ലുകൾ ഉണ്ടാവാം എന്നാണ്. അതായത് 50%മോ അതിൽ കുറവോ ഒക്കെ ചാർജുള്ള ബാറ്ററികൾ അതിനുള്ളിൽ ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള 80-90% ചാർജിങ് കൊണ്ട് ഈ ചാർജിന്റെ ഒരു ഇംബാലൻസ് മാറില്ല. ചാർജ് കുറവുള്ള സെല്ലിനും കൂടുതലുള്ളതിനും ഏതാണ്ട് ഒരേ ചാർജ് ആയിരിക്കും അതുവരെയുള്ള ചാർജിങ്ങിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാറില്ല. അപ്പോൾ ഇതിനെല്ലാം ഫില്ല് ചെയ്ത് ലെവലാക്കാൻ ഇടയ്ക്കെങ്കിലും AC സ്ലോ ചാർജർ യൂസ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്യണം. 4-5 ഫാസ്റ്റ് ചാർജിങ്ങുകളിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും AC സ്ലോ ചാർജറിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ അനുവദിക്കണം എന്ന്. 80% മുകളിലേക്കുള്ള ചാർജിങ് വളരെ സ്ലോ ആണെന്നറിയാലോ. അതിലാണ് സെല്ലുകളെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് ചാർജ് കുറഞ്ഞ ബാറ്ററികൾക്ക് ഫുൾ ചാർജിലേക്ക് എത്തി ആ ചാർജ് ഇംബാലൻസ് മാറ്റാനുള്ള അവസരം കിട്ടും. പക്ഷേ ഫുൾ ചാർജ് ചെയ്ത് പാർക്ക് ചെയ്തിരിക്കാൻ പാടില്ല എന്നതാണ് പ്രധാനം. നേരത്തെ പറഞ്ഞ പോലെ 100% ചാർജിലിരിക്കുമ്പോൾ ബാറ്ററി സ്ട്രെയിൻഡ് ആണ്. അത് ബാറ്ററി ഹെൽത്തിനെയും ലൈഫിനെയും ബാധിക്കും എന്നോർക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, മൊബൈൽ ഫോണുകൾ കഴിവതും 100%ലേക്ക് ചാർജ് ചെയ്യാതിരിക്കുക. 80-90% വരെ മാത്രം ചാർജ് ചെയ്യുക. അഡാപ്റ്റീവ് ചാർജിംഗ് പോലെയുള്ള പുതിയ ചാർജിംഗ് ടെക്നിക്കുകൾ ഉള്ള ഫോൺ മാത്രം രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനിടുക. ഫുൾ ചാർജ് ആയിട്ടും ചാർജറിൽ കണക്ട് ചെയ്തിട്ടുള്ള യൂസേജ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. EVകൾ എല്ലാ ചാർജിങ്ങും ഫുൾ ചാർജ് ചെയ്യരുത്. 80% വരെയൊക്കെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പവർ സോക്കറ്റ് കിട്ടുമ്പോഴെല്ലാം ചാർജർ കണക്ട് ചെയ്തിട്ട് 100% ആക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തുക. പക്ഷേ സെല്ലുകൾ ഈക്വലൈസ് ചെയ്യാനായി ആഴ്ചയിലൊരിക്കൽ AC സ്ലോ ചാർജറിൽ 100%ലേക്ക് ചാർജ് എത്തിക്കുകയും വേണം. ആ ദിവസം രാത്രി മുഴുവൻ ചാർജർ കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങാം. ഫുൾ ചാർജ് ചെയ്യുന്നത് മാത്രമല്ല, ഫുൾ ഡ്രെയിൻ ആവാൻ അനുവദിക്കുന്നതും അതുപോലെ തന്നെ കേടാണ് ലിഥിയം അയോൺ ബാറ്ററിക്ക്. സാംസങ് പറയുന്നത് 50%-ന് മുകളിൽ ചാർജ് കീപ്പ് ചെയ്യുന്നതാണ് ബാറ്ററി ലൈഫിനും MAH കപ്പാസിറ്റി നിലനിർത്താനും നല്ലതെന്നാണ്. ഇടയ്ക്കിടെ ചാർജ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഫുൾ ചാർജിന് വേണ്ടി ഇട്ടേക്കണ്ട. സാംസങ് പോലൊരു കമ്പനി പറയുമ്പോൾ അതായിരിക്കും ഏറ്റവും ശരി എന്ന് മാത്രമല്ല, വയർലെസ് പവർ കൺസോർഷ്യം എന്ന വയർലെസ് ചാർജിംഗ് മേഖലയിലെ ഒരു വലിയ ഓർഗനൈസേഷന്റെ സ്ഥാപകനും ചെയർമാനുമായ ഒരു ട്രഫേഴ്സ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 100% വരെ ഡ്രെയിൻ ആവുന്ന ബാറ്ററിയുടെയും 50% വരെ മാത്രം ഡ്രെയിൻ ആവാൻ അനുവദിച്ച ബാറ്ററിയുടെയും ലൈഫ് കമ്പയർ ചെയ്തപ്പോൾ 50% വരെ മാത്രം ഡ്രെയിൻ ആവാൻ അനുവദിച്ച ബാറ്ററികൾക്ക് മറ്റേതിനെ അപേക്ഷിച്ച് 4 ഇരട്ടി ലൈഫ് കൂടുതൽ കിട്ടി എന്നാണ്. അത് വളരെ വലിയൊരു അറിവാണ്. പക്ഷേ 50%-ൽ കീപ്പ് ചെയ്യാൻ റിയൽ ലൈഫിൽ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ 20%-ൽ താഴെ ഒരു കാരണവശാലും പോകരുത്. 20 മുതൽ 80% വരെ ചാർജാണ് പല എക്സ്പേർട്സും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ കഴിയുന്ന സിറ്റുവേഷൻസിലെല്ലാം 50%-ന് മുകളിൽ ചാർജ് നിലനിർത്താനും ശ്രമിക്കുക. മോളുടെ MSIയുടെ ലാപ്ടോപ്പിൽ ഇങ്ങനെ 3 ചാർജിംഗ് ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും AC അഡാപ്റ്റർ പ്ലഗ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 60%-ലോ 80%-ലോ ചാർജിംഗ് സ്റ്റോപ്പ് ആവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതും 70%-ന് താഴെ പോകുമ്പോൾ ചാർജർ ഓണായി 80% വരെ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ 50%-ന് താഴെ പോകുമ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ആവും, 60% ആവുമ്പോൾ സ്റ്റോപ്പ് ആവും. ഫുൾ ടൈം ചാർജർ കണക്ട് ചെയ്തിട്ടിരുന്നാലും ഫുൾ ചാർജ് ചെയ്ത് ബാറ്ററി നശിപ്പിക്കുകയില്ല. ഹെൽത്തിയായ 50% എന്ന ലെവലിൽ താഴെ പോകാനും അനുവദിക്കില്ല. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാ മൊബൈലിലും EVകളിലും താമസിയാതെ വരും എന്നതിനെ പ്രതീക്ഷിക്കാം. ലാപ്ടോപ്പിന്റെ ബാറ്ററിയും EVയെ പോലെ പല ബാറ്ററികൾ ചേർന്ന ഒരു ബാറ്ററി പാക്കാണ്. അപ്പോൾ വല്ലപ്പോഴെങ്കിലും അതും ഫുൾ ചാർജ് ചെയ്യണം. പക്ഷേ ഫുൾ ചാർജ് ആയിട്ടും ചാർജറിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. പിന്നെ സെൽസ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ആവണം 3 മാസം കൂടുമ്പോൾ ബാറ്ററി കാലിബ്രേഷൻ പ്രൊസീജിയർ ചെയ്യണം എന്നും ഈ സ്ക്രീനിൽ കാണാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, കഴിവതും 50% ചാർജിന് താഴെ ബാറ്ററി പോകാതെ നോക്കുക എന്നതാണ്. എത്ര വരെ ചാർജ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. ഫാസ്റ്റ് ചാർജിങ് അത്ര നല്ല കാര്യമല്ല ലിഥിയം അയോൺ ബാറ്ററികൾക്ക്. കിയ മോട്ടോഴ്സ് അവോയ്ഡ് യൂസിങ് ഫാസ്റ്റ് ചാർജിങ് എന്ന വ്യക്തമായ വാർണിംഗ് തന്നെ തരുന്നുണ്ട്. ബാറ്ററി ഉടനെ തീരും, നമുക്ക് വെയിറ്റ് ചെയ്യാൻ തീരെ സമയവുമില്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഒരു സൗകര്യമാണെങ്കിലും ഫാസ്റ്റ് ചാർജിങ്ങിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കറണ്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോഡ്സിനെ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യിക്കും. അത് അതിന്റെ അകാല വയസ്സാവലിന് കാരണമാവും. പക്ഷേ ഒരു സമാധാനം, നേരത്തെ മിനിമം ചാർജ് പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ കണ്ട പോലെയുള്ള ഒരു വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നതാണ്. 8 വർഷം ഫാസ്റ്റ് ചാർജിങ് ചെയ്ത EV ബാറ്ററിയെ അപേക്ഷിച്ച് സ്ലോ ചാർജ് ചെയ്ത ബാറ്ററിക്ക് 10% ലൈഫ് കൂടുതൽ കിട്ടും. അതായത് ഏതാണ്ട് 10 മാസം ലൈഫ് കൂടുതൽ കിട്ടും എന്നാണ് കിയ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി ലൈഫിനെ ചെറിയ തോതിലാണെങ്കിലും ബാധിക്കും. പക്ഷേ അത്യാവശ്യത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഫാസ്റ്റ് ചാർജിങ് ചെയ്യുക. ചാർജിങ്ങുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം കൂടിയുണ്ട് ബാറ്ററിയുടെ ആയുസിനെ ബാധിക്കുന്നത്. അത് ഹീറ്റാണ്.
അധികം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും, പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും തിരികെ ആ ചാർജ് ഉപയോഗിക്കുമ്പോൾ, അതായത് ഡിസ്ചാർജ് ആവുമ്പോഴും ബാറ്ററി ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കയ്യിൽ മൊബൈലുള്ള എല്ലാവർക്കും അറിയാം. ആപ്പിളിന്റെ വെബ്സൈറ്റിൽ ബാറ്ററിയുടെ ആയുസിനെ ബാധിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉള്ളതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന് ചാർജിംഗ് പാറ്റേണും മറ്റേത് ടെമ്പറേച്ചറും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററികളെ കുറിച്ചുള്ള ഫ്രീ എഡ്യൂക്കേഷൻ വെബ്സൈറ്റായ ബാറ്ററി യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ബാറ്ററിയുടെ ഏറ്റവും വലിയ ശത്രു ചൂടാണെന്നാണ്. അത് ഏത് ബാറ്ററി ആണെങ്കിലും, ലെഡ് ആസിഡോ ലിഥിയം അയോണോ മറ്റേതെങ്കിലും ടൈപ്പോ. മറ്റുള്ള ടൈപ്പിനെ അപേക്ഷിച്ച് ഒരു വലിയ ഹീറ്റ് റേഞ്ചിൽ ലിഥിയം അയോൺ ബാറ്ററി വർക്ക് ചെയ്യുമെങ്കിലും കൂടുതൽ നേരം ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് അതിന്റെ ആയുസ് കുറയ്ക്കും എന്നും അവർ പറയുന്നുണ്ട്. മാത്രമല്ല, ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുന്നതും ചാർജ് ചെയ്യുന്നതും ബാറ്ററിക്കുള്ളിൽ ഗ്യാസ് ഫോം ചെയ്യിക്കുകയും മൊബൈലിൽ ഉപയോഗിക്കുന്ന തരം പൗച്ച് സെൽ വീർക്കാനും EVകളിലെ സിലിണ്ടറിക്കൽ സെൽ പൊട്ടിത്തെറിക്കാൻ വരെയും കാരണമായേക്കാം. സിലിണ്ടറിക്കൽ സെല്ലുകളിൽ പോസിറ്റീവ് ടെർമിനലിന് അടുത്ത് ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടാകുമ്പോൾ അതിന് സേഫായി പുറത്തു പോകാനായി സേഫ്റ്റി വെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഈ ബാറ്ററി യൂണിവേഴ്സിറ്റിയിൽ കണ്ടു. പക്ഷേ അത് പലപ്പോഴും ശരിയായി വർക്ക് ചെയ്യാത്തതിനാൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. കാറുകളിൽ ബാറ്ററി പാക്കിന്റെ ടെമ്പറേച്ചർ അധികം കൂടാതെ നോക്കാൻ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് കാറിൽ ബാറ്ററി ടെമ്പറേച്ചറിനെ പറ്റി അധികം ബേജാറാവണ്ട. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിലും ബൈക്കിലും യൂസ് ചെയ്യുന്ന ബാറ്ററി പാക്കിന് അത്തരത്തിലുള്ള സംഗതിയൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഫാൻ ഉണ്ടായാലായി. അതുകൊണ്ട് തന്നെ ഓവർഹീറ്റ് ആവാനുള്ള ചാൻസസ് വളരെ ഏറെയാണ്. സൂക്ഷിക്കണം. ഇലക്ട്രിക് കാറ് വെയിലത്ത് പാർക്ക് ചെയ്യരുത്, തണലിൽ പാർക്ക് ചെയ്യണമെന്ന് കിയ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബാറ്ററി ചൂടായി കേടാവും എന്നതുകൊണ്ടല്ല. ബാറ്ററി പാക്ക് ചൂടാവുമ്പോൾ അതിനെ തണുപ്പിക്കാനുള്ള തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം ഓൺ ആവുകയും അത് ബാറ്ററിയുടെ പ്രവർത്തിക്കുന്നത് ആയതിനാൽ ബാറ്ററി ചാർജ് ഇറങ്ങും എന്നതാണ് കാരണം. അപ്പോൾ കാർ ഉള്ളവർ പേടിക്കണ്ട, പക്ഷേ ഇലക്ട്രിക് 2 വീലർ കാർ പേടിക്കണം. ചാർജ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഹീറ്റ് അതിലെ സോഫ്റ്റ്വെയർ പവർ കുറച്ച് അല്ലെങ്കിൽ പൂർണ്ണമായി ഓഫ് ചെയ്ത് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നല്ല വെയിലത്തിരുന്ന് ചൂടാവുന്നതിന് അതിൽ മരുന്നൊന്നുമില്ല. അതുപോലെ മൊബൈൽ ഫോൺ യൂസേജ് കൊണ്ടോ മറ്റോ ഓവർഹീറ്റ് ആയാൽ അല്പനേരം ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിച്ചിട്ട് മാത്രമേ ചാർജിനിടാവൂ. മൊബൈൽ ഇലക്ട്രിക് സ്കൂട്ടർ ബാറ്ററികൾ ചൂടാവാതെ സംരക്ഷിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ചൂടായിരിക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് വേഗത്തിൽ ചാർജ് ഇറങ്ങും എന്നൊരു പ്രോബ്ലം ഉണ്ടെന്ന് പിക്സൽ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അത് ബാറ്ററി വേഗത്തിൽ കേടാക്കുമെന്നും. മിക്ക ചാർജറുകളും മൊബൈൽ ഫോണുകളും 50% മുകളിൽ ടെമ്പറേച്ചർ നിൽക്കുമ്പോൾ ചാർജ് ചെയ്യാൻ അനുവദിക്കില്ല. മാത്രമല്ല, എൻ്റെ ഫോൺ ഒരു തവണ വെയിലത്തിരുന്ന് ചൂടായി ഹൈ ടെമ്പറേച്ചർ വാണിംഗ് കാണിച്ച് ഓഫായിട്ടുണ്ട്. ഞാനൊരു യാത്രയിലായിരുന്നു. വെയിലത്ത് നിന്നപ്പോഴാണ് മൊബൈൽ ഓവർഹീറ്റ് ആയത്. ഓടിക്കൊണ്ടിരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും ഓൺ ചെയ്തപ്പോഴും ഈ വാണിംഗ് കാണിച്ച് ഓഫായി. പിന്നെ കുറച്ച് വെള്ളം മൊബൈലിൻ്റെ പുറത്തൊഴിച്ച് തണുപ്പിച്ചാണ് ഓൺ ചെയ്തത്. അപ്പോൾ 4മത്തെയും അവസാനത്തെയും പോയിന്റ് ചൂടും ബാറ്ററിയും ശത്രുക്കളാണ് എന്നതാണ്. ബാറ്ററി അധികം ചൂടാവാതെ നോക്കുക. ചൂടായി നിൽക്കുന്ന ബാറ്ററി തണുത്തിട്ട് മാത്രം ചാർജ് ചെയ്യുക. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയുടെ ലൈഫ് മാക്സിമം കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ തെറ്റുകൾ കൊണ്ട് അതിനെ വേഗത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് ഇതറിയേണ്ട മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.